മഹേഷ് പണിക്കർ അതിന്റെ ഉത്തരവ് അല്പസമയം മുമ്പാണ് വന്നത്. ആ ഉത്തരവിൽ പറയുന്നത് ഇതിൽ എന്താണ് ദ്വാരപാലക കേസിൽ 2 പേർ കൂടി പ്രതികളാകുമെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. കട്ടളപ്പാലം കേസിൽ ഒരാൾ കൂടി പ്രതിയാകുമെന്ന് സ്ഥിരീകരിക്കുന്നു. അതിനെ ഈ പറയുന്ന എന്താണ് കടകംപള്ളിയാണോ, PS പ്രശാന്താണോ, അടൂർ പ്രകാശാണോ, ആന്റണിയാണോ എന്നൊക്കെ വരും ദിവസങ്ങൾ വ്യക്തമാവട്ടെ. മഹേഷ് പണിക്കർ പക്ഷേ ഇപ്പോഴും ഇതിന് അന്വേഷണ വഴി അങ്ങനെ നീണ്ടുപോകുന്നു. ഇനി ഇതെപ്പോഴാണ് അന്വേഷണം കുറ്റവാളി സമർപ്പിക്കുക എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ഈ കൊടിമരവുമായി ബന്ധപ്പെട്ട ചർച്ച കൂടി വരുന്നത്. അതിൽ ഈ ദേവസ്വം വിജിലൻസിന് ഒരു ഭക്തൻ കൊടുത്ത പരാതിയിൽ ഒരു സംശയ ദൂരീകരണം എന്ന നിലയ്ക്കാണോ ക്യൂവിയെ കാണേണ്ടത്, അതോ മറ്റൊരു പണ്ടോരപ്പെട്ട് തുറക്കൽ എന്ന് കാണണോ ശ്രീ മഹേഷ് പണിക്കർ? തീർച്ചയായിട്ടും ആ കൊടിമരമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ വലിയ വിശാലമായ അർത്ഥത്തിലുള്ളൊരു കൊള്ള നടന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ഇപ്പം കട്ടളപ്പാളി, ധാരാളപാളി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. കാരണം അതിനകത്ത് ആ വാജിവാഹനം കൈമാറിയിരിക്കുന്നത് ഇവരെല്ലാവരും ആചാരപ്രകാരമാണ്. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അറിയിച്ചിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്, പൊതു മധ്യത്തിലാണ് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെയുള്ളൊരു വാദമാണ് ഉന്നയിക്കുന്നത്. പക്ഷെ തികച്ചും അടിസ്ഥാനരഹിതമാണ്. അതായത് തന്ത്രസംശയത്തിൽ പറയുന്ന പ്രകാരം ഈ വാഹനം ഉരുക്കിയിട്ട് ആ എന്ത് വിഗ്രഹമാണോ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്, ഒരു വിഗ്രഹത്തിന് അതിൻ്റെ സത്വം 3 രീതിയിലാണ് അത് മനസ്സിലാക്കേണ്ടത്. ഒന്ന് രൂപം, അതിൻ്റെ ആ ഫോം, അല്ലെങ്കിൽ അതിൻ്റെ അതൊരു ശില്പിയാണ് ചെയ്യുന്നത്, ശില്പിയാണ് രൂപം ഉണ്ടാക്കുന്ന, വിഗ്രഹത്തിൻ്റെ രൂപമാണ് അതിനകത്തെ പ്രധാനം. രണ്ടാമത് അതിന് ജീവൻ കൊടുക്കുന്ന, പ്രാണൻ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു താന്ത്രിക കർമ്മപ്രകാരം ഒരു കലശാഭിഷേകമൊക്കെ നടത്തുന്ന തന്ത്രി. മൂന്നാമത് അതിൻ്റെ യജമാനൻ എന്ന് പറയുന്നത് അതിൻ്റെ വിശ്വാസികളുടെ കൂട്ടം, അവരുടെ നേതാവ്. അത് പഴയകാലത്തെ രാജാവാണ്. ഇപ്പോൾ ഇവിടുത്തെ കേസിനകത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. ഒരു പ്രൈവറ്റ് ദേവസ്വത്തിൽ അവിടുത്തെ പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ കമ്മിറ്റി അംഗങ്ങളോ ഒക്കെയാണ്. അപ്പം ഇങ്ങനത്തെ ഒരു വാഹനത്തിന് കേട്, അല്ലെങ്കിൽ ഒരു രൂപത്തിന് കേട് വന്നാൽ മാത്രമേ ഇത് മാറ്റാൻ പാടുള്ളൂ. ആദ്യത്തെ കേസ് ഇതിന് കേട് വന്നിട്ടില്ല. അതാണ് അതിനകത്തെ ആദ്യത്തെ കേസ്. കേടുവരാത്ത സാധനം ഇവർ ടോട്ടൽ ലോസ് ആരോപിക്കുകയാണ്. ഈ വാഹനം കേടായി എന്ന് പറഞ്ഞ് ടോട്ടൽ ലോസ് ആരോപിച്ച് നമ്മൾ ഇൻഷുറൻസിൻ്റെ ഒക്കെ ക്ലെയിം ചെയ്യുന്ന പോലെ പുതിയൊരു വാഹനം വാങ്ങിക്കുന്ന ഒരു രീതിയിലാണ്, അല്ലെങ്കിൽ പുതിയൊരു വാഹനം അല്ലെങ്കിൽ പുതിയൊരു രൂപം നിർമ്മിക്കുന്ന രീതിയിലാണ്. പിന്നെ ഈ ശ്ലോകത്തിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് ഉരുക്കി ഇതിന്റെ രൂപം കൊടിമരം മാറ്റുന്നതിന്റെ ഭാഗമായല്ലേ വാജിവാഹന കൈമാറ്റം? ഉരുക്കിയിട്ടില്ല അവിടുത്തെ. ആ കൊടിമരം മാറ്റുന്നതിന്റെ ഭാഗമായിട്ടല്ലേ വാജിവാഹന കൈമാറ്റം? മാറ്റണമെങ്കിലും ഈ വാജിവാഹനം മാറ്റേണ്ട കാര്യമില്ല. കൊടിമരം അതെ ആ ഒരു വാജിവാഹന കൈമാറ്റം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അനുവാദത്തോടെയാണെന്നാണ് പറയുന്നത്. പക്ഷേ അനുവാദത്തോടെ അല്ല. അതായത് നമ്മുടെ ഈ അഡ്വക്കേറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞ വ്യക്തി ഏകദേശം 4 റിപ്പോർട്ടോളം ആദ്യം കൊടുക്കുന്നുണ്ട് ഈ കൊടിമര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക്. ഇതിനു മുമ്പ് ഈ വാഹനം മാറ്റുന്നതിനോ അല്ലെങ്കിൽ പഴയ കൊടിമര ഇളക്കുന്നതിനോ മുമ്പ് ഈ 4 റിപ്പോർട്ടുകളിൽ ഒരു റിപ്പോർട്ടിൽ പോലും പരാമർശിക്കുന്നില്ല ഞാൻ ഇങ്ങനെ വാഹനം തന്ത്രി ചോദിച്ചിട്ടുണ്ട്, തന്ത്രിക്ക് കൊടുക്കുകയാണ്, അതിനുള്ള അനുവാദം വേണമെന്നും 2012 ഇതുപോലെ ദേവസ്വം ബോർഡ് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞൊരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു റിപ്പോർട്ട് മുൻപേർ കൊടുത്തിട്ട് എന്നാലും കുഴപ്പമില്ല നിങ്ങൾ കൊടുത്തോളൂ എന്ന് പറയുന്ന, അങ്ങനെയാണെങ്കിൽ അതൊരു കുഴപ്പമില്ല. ഇത് അതിനെ അങ്ങനെ ലാഘവത്തോടെ കാണാൻ കഴിയുന്നതാണ്. കാര്യം ഇതൊക്കെ ശരിയാണ്, ഈ തന്ത്രസമുച്ചയം, ആചാരം ഒക്കെ ഇതിന്റെ ഭാഗമാണെങ്കിൽ കൂടി ഇതിനൊക്കെ ഒരു ഹൈക്കോടതി മേൽനോട്ടമുണ്ടല്ലോ. ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു 2017 കൊടിമര നിർമ്മാണം ചുമ്മാ നടന്നതല്ല. കോടതി നിയമിച്ച അഡ്വക്കേറ്റ് കമ്മീഷൻ ASP കുറിപ്പിന്റെ കമ്പ് മേൽനോട്ടത്തിൽ നടന്നതാണ്. 6 റിപ്പോർട്ടുകളും ഒരു ഫൈനൽ റിപ്പോർട്ടും സമഗ്രമായി സമർപ്പിച്ചതാണ്. അന്ന് ജസ്റ്റിസ് PR രാമേന്ദ്രമേനോനും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് അത് പരിശോധിച്ച് റിപ്പോർട്ടുകളെ അഭിനന്ദിച്ച് അംഗീകരിച്ചതാണ്. അതിനെ അങ്ങ് അത് എന്തോ ആണ് എന്ന് നിസ്സാരവൽക്കരിക്കാൻ പറ്റുമോ? ഡിവിഷൻ ബെഞ്ചാണ്. ഇതവരറിയുന്നില്ല, അവരെ പറ്റിച്ചിരിക്കണം. ഒരു വാചകമേ ഉള്ളൂ. അതായത് ആചാരപ്രകാരം വാജിവാഹനം തന്ത്രിക്ക് കൈമാറി എന്നൊരു റിപ്പോർട്ട്, അങ്ങനെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അവർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിനകത്ത് എന്ത് ആചാരപ്രകാരം, എങ്ങനെയാണ്, അതിന്റെ വില എത്രയാണ്. ഇപ്പം ഇതിന്റെ പുതിയ വാജിവാഹനം ഉണ്ടാക്കാനായിട്ട് ഏകദേശം ദേവസ്വം ബോർഡിന്റെ ആ മെറ്റൽ വാല്യൂ തന്നെ 50 ലക്ഷത്തിന് മേളിലുണ്ട്. നമ്മൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ആ ഡിവിഷൻ ബെഞ്ചിനെ അത്ര വില കുറച്ച് കാണാൻ കഴിയുമോ? കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും സമാനമായ പുനരുദ്ധാരണത്തിന് ഹൈക്കോടതി നിയമിച്ച നല്ല ക്രെഡൻഷ്യലുള്ള ASP കുറിപ്പിനെ അങ്ങനെ വില കുറച്ച് കാണാൻ പറ്റുമോ? വാജിവാഹനം തന്ത്രി അടിച്ചുകൊണ്ട് പോയി എന്നാണ് ഇപ്പോഴും പറയണം. അങ്ങനെ തന്ത്രി എടുത്തുകൊണ്ട് പോയതല്ല. ഇതേ അഡ്വക്കേറ്റ് കമ്മീഷൻ അനുവാദത്തോടെ, കോടതി അനുമതിയോടെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്ത്രിക്ക് കൊടുത്താന്നേ. അത് ആചാരപ്രകാരം, ആചാരപരമായും സാമ്പ്രദായം കൊടുത്തുവെന്ന് ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞതും കോടതി അംഗീകരിച്ചതുമാണ്. പിന്നെ നമ്മൾ പുകമറ ഉണ്ടാക്കാൻ പാടുണ്ടോ? അല്ല, കോടതി അംഗീകരിച്ചു എന്ന് പറയുന്നത്, കോടതി ഈ വിഷയത്തിനകത്ത് അങ്ങനെ ഗഗനമായിട്ട് പോയിട്ടില്ല. ഇതൊരു ആചാരപ്രകാരം കൊടുത്തു എന്നുള്ള ഒരു വാക്കുണ്ട്, ഞാനത് സമ്മതിക്കുന്നു. അങ്ങനെ കൊടുക്കാൻ പാടില്ല. അതായത് ഒരേ വാഹനം ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ കണ്ണിൽ അങ്ങനെ പുഴു വരയിടാൻ പറ്റുമോ? ASP കുറിപ്പിന് ഒന്നും അറിയാത്ത ആളാണ്, ഒന്നുമല്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇവർ ASP കുറിപ്പിന് ഒന്നും അറിയാത്ത ആളാണോ? ഞാൻ ഇത്രയാ പറയുന്നത്. ഈ പറഞ്ഞ ASP കുറിപ്പിന് വാജിവാഹനത്തിന്റെ വില അറിയാത്ത ആളാണോ? അത് തന്ത്രിക്ക് കൊടുത്ത് തെറ്റാണെന്ന് അറിയാത്ത ആളാണോ? ഒന്നുമല്ല. ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ
ഒരുപാട് ക്ഷേത്രങ്ങളിൽ അതുപോലെ തന്നെ വാദ്യവാഹനം പല തന്ത്രിമാർക്കും കൊടുത്ത കാര്യമൊക്കെ ഉണ്ടെന്നേ അവിടെ. നമ്മൾ വെറുതെ പുകമറ ഉണ്ടാക്കാൻ പാടുണ്ടോ ശ്രീ മഹേഷ് പണിക്കർ? ഇത് കോടതിക്ക് മുന്നിൽ എത്തിയതാണ്, ഇത് കോടതി സ്ക്രൂട്ടണിയിൽ എത്തിയതാണ്, ഇത് കോടതി സ്ക്രൂട്ടണിയിൽ എത്തിയതാണ്. അതായത് ഈ വാഹനം നമുക്ക് ഒരേ നമ്പറിൽ 2 വാഹനം നിലനിൽക്കാൻ പറ്റുമോ? ഒരേ നമ്പറിൽ 2 വാഹനം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കാൻ പറ്റുമോ? അതാണ് ഇവിടുത്തെ പ്രശ്നം. ഒരേ നമ്പറിൽ 2 വാഹനത്തിന്റെ കാര്യം, നമ്മുടെ വെഹിക്കിള് വണ്ടികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ നമ്പറിൽ 2 വാഹനം നിലനിൽക്കാൻ പറ്റും. ഇപ്പം അങ്ങനെയാണ് നിൽക്കുന്നത്. ഒരെണ്ണം അതിൻ്റെ മേളിൽ ഇരിപ്പുണ്ട്, ഒരെണ്ണം തൊണ്ടിയായിട്ട് അകത്തിരിപ്പുണ്ട്. അത് ഒരെണ്ണത്തിന്റെ രൂപം മാറ്റിയിട്ട് മാത്രമേ അടുത്തത് ചെയ്യാൻ പാടുള്ളൂ. അതതിൻ്റെ ഒരു റൂളാണ്, ഇതായിട്ടുള്ള റൂളാണ്. അതിനെ ഇവർ ബൈപ്പാസ് ചെയ്യുവാണ്. ഇങ്ങനെ ഒരു തെറ്റായ കാര്യമാണ് ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഒരേ നമ്പറിൽ എത്രയാണോ ആ ഒരു നമ്പർ, ആ നമ്പറിൽ തന്നെ ഒരു സത്വത്തിലുള്ള ശബരിമല ധർമ്മശാസ്താവിൻ്റെ കൊടിമരത്തിൻ്റെ മേളിലിരിക്കുന്ന വാഹനം എന്നുള്ള ആ ഒരു സത്വത്തിൽ തന്നെ 2-3 എണ്ണം ഉള്ളത്. ഒരെണ്ണം കോടതിയിൽ ഇരിക്കുന്നു, ഒരെണ്ണം ഇവർ വിറ്റിട്ടുണ്ട്, വേണമെച്ചാൽ അവിടെ ഇരിക്കുന്നു, ഒരെണ്ണം നമ്മുടെ കൊടിമരത്തിൻ്റെ മേളിൽ ഇരിക്കുന്നു. സംഭവിക്കാൻ പാടില്ല. ഹൈക്കോടതി നിയമിച്ച ഒരെണ്ണം മാത്രം. ഇവിടെ ഹൈക്കോടതി നിയമിച്ച ഒരാൾ, അയാളുടെ മേൽനോട്ടത്തിലാണ് കൊടിമര നിർമ്മാണം നടക്കുന്നത്. ദേവസ്വം ബോർഡ് മേൽനോട്ടത്തിലല്ല. യഥാർത്ഥത്തിൽ കൊടിമര നിർമ്മാണം നടക്കുന്നത് ഹൈക്കോടതി അഡ്വക്കേറ്റ് കമ്മീഷൻ നിയമിച്ച അദ്ദേഹം ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ഉദ്യോഗസ്ഥരെയും കൂട്ടി ആലോചനാ യോഗം മുതൽ അവസാനം വരെ നടത്തിയിട്ടുള്ള ഒരു പദ്ധതിയാണത്. അത് കോടതിക്ക് കമ്പോടുകം എല്ലാം അറിയാവുന്ന കാര്യമാണ്. അതിൽ ക്രമക്കേട്, അടിമുടി തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ കോടതിയെ സംശയിക്കില്ലല്ലേ നമ്മൾ? ഞാൻ പറയുന്നല്ലോ, അതാ ബഹുമാനപ്പെട്ട കോടതി ഉൾപ്പെടെ ഇവർ പറ്റിച്ചിരിക്കുകയാണ്. ഈ പറഞ്ഞ റിപ്പോർട്ട് കൊടുത്തു, റിപ്പോർട്ടിനകത്തെ കാര്യങ്ങളുണ്ട്, ഈ വക കാര്യങ്ങളൊക്കെ കറക്റ്റാണ് എന്ന് പറഞ്ഞിട്ട് ഇവരിതിനെ പറ്റിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് അന്വേഷണം വരട്ടെ. ഇപ്പൊ ഇതുപോലെ ത്വരിതാന്വേഷണത്തിനുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ടല്ലോ. ഉറപ്പായിട്ടും ബോധ്യപ്പെടും. ക്യൂവിൽ ഇതൊന്നും അന്വേഷിക്കുന്നില്ല. ക്യൂവിൽ പറയുന്ന കാര്യം എന്താണ്? ക്യൂവിൽ പറയുന്ന ഇതിനെന്തോ ഈ പറയുന്ന സ്വർണം ശേഖരിച്ച് രസീത് കൊടുത്തില്ല. അതിൽ ഈ സ്വർണം ശേഖരിച്ച ഡേറ്റ് അടക്കം ഈ ഉത്തരവിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. എന്തുകൊണ്ട് രസീത് കൊടുത്തില്ല തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല. താങ്കൾ പറയുന്ന പോലെ ഈ കൊടിമര നിർമ്മാണത്തിന്റെ മാരകമായ പ്രശ്നങ്ങളൊന്നും എന്തായാലും അന്വേഷിക്കാൻ കോടതി പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ പറയുന്ന ഒരു എന്താണ് വലിയ ക്രെഡൻഷ്യലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അടക്കമുള്ളവർ തെറ്റ് ചെയ്തു എന്നാണ് അങ്ങ് പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും ഇതിന്റെ വാരിവാഹനം വാർക്കാനായിട്ട് ഇവർ സ്വർണം കളക്ട് ചെയ്തിട്ടുണ്ട്. ആ കണക്ക് ഇതിനകത്ത് വന്നിട്ടില്ല. ഇവർ വന്നിരിക്കുന്നത് സ്വർണം പൂശേൻ്റെ കണക്കാണ്. അതായത് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയുടെ 200 ഗ്രാം, പിന്നെ 2-3 ദിവസങ്ങളിലായിട്ട് ഇവർക്ക് കിട്ടിയ 25 ഗ്രാം, 50 ഗ്രാം, അങ്ങനെയൊക്കെ പറയുന്നത് 450 ഗ്രാം ഇവർ കളക്ട് ചെയ്ത് അത് പൂശാനായിട്ട് ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ വാരിവാഹനത്തിലും അഷ്ടദിക്കിലും പൂശാനായിട്ട് പബ്ലിക്കിൽ നിന്ന് കളക്ട് ചെയ്തെന്ന് പറയുന്ന സുരേഷ് ഗോപിയുടെ എന്നുള്ളൊരു 450 ഗ്രാം ഇതിനകത്തുണ്ട് കണക്ക്. കൂടാണ്ട് ഏകദേശം 9 കിലോ സംതിങ് 9.5 കിലോളം ഈ ഫീനിക്സിൽ നിന്നുണ്ട്. അത്രയും സ്വർണ്ണമാണ് ഇവർ കൊടിമരത്തിലും വാരിവാഹനത്തിലും പൂശാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വാരിവാഹനവും അഷ്ടദിക്കും വാർക്കാനായിട്ട് ആ പണിക്കാരന്റെ ആലയിൽ വാർത്തിരിക്കുന്നിടത്ത് മേടിച്ചിരിക്കുന്ന സ്വർണം ഏകദേശം 10-15 കിലോ സ്വർണത്തിന്റെ കണക്ക് ഈ റിപ്പോർട്ടിൽ ഇല്ല. അത് പരിശോധിക്കാം. ആരൊക്കെ കൊണ്ടിട്ടുണ്ടോ? 15 കിലോ താങ്കൾ എവിടെന്നാണ് പറയുന്നത്? അല്ലെ 10-15 കിലോ താങ്കൾ എവിടെ നിന്നാണ് പറയുന്നത്? ഇത് വാരിവാഹനം വാർക്കാനായിട്ട്, വാരിവാഹനം പോലത്തെ കാര്യം മനസ്സിലായി. പക്ഷേ 10-15 കിലോ സ്വർണത്തിന്റെ കണക്ക് താങ്കൾ എവിടെ നിന്നാണ് പറയുന്നത്? അതായത് നമ്മൾ പഞ്ചലോഹത്തിൽ വാർക്കുകയാണെങ്കിൽ ഇതിന്റെ ഈ വെള്ളിയുടെ അത്രയും തന്നെ ഇക്വലന്റ് ആണ് സ്വർണ്ണം ഉപയോഗിക്കേണ്ട. അതിനകത്ത് വെള്ളിയും ചെമ്പും ദേവസ്വം ബോർഡ് കൊടുത്തിട്ടുണ്ട്. സ്വർണം ഇവർ പബ്ലിക്കിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. പലരും അവിടെ വാർക്കുന്ന സമയത്ത് അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. അതിന്റെ കണക്കോ എംബുക്കോ കാര്യങ്ങളോ ഇവിടെ ഇല്ല. അതാണ് ഈ പറയുന്നത്. ഈ പറയുന്ന അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. 10-15 കിലോ സ്വർണം എന്ന് പറയുന്നത് അങ്ങനെ കണക്ക് എവിടെയും ആരും കോടതിയിലോ ദേവസ്വത്തിന്റെ വിജിലൻസിന്റെ റിപ്പോർട്ടിലോ ഒന്നും ആരും പറയുന്നില്ല. അത് അങ്ങനെ എവിടെ നിന്നിട്ട് എനിക്കറിയില്ല. കിട്ടിയ സ്വർണത്തിന്റെ കിട്ടിയ സ്വർണത്തിന്റെ കണക്ക് ഈ മഹസറിലുണ്ട്. ശ്രീ മഹേഷ് പണിക്കർ, ഇതിൽ കോടതി കാണുന്ന പ്രശ്നം എന്താണ്? കോടതി കാണുന്ന പ്രശ്നം രസീത് കൊടുത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ രസീത് കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന കാര്യം അന്വേഷിക്കട്ടെ. അതല്ലാതെ കിട്ടിയ സ്വർണം അതിൽ മഹസറായ രൂപത്തിലും ഒക്കെ കോടതിയിൽ തന്നെ രേഖയിൽ തന്നെ ഉണ്ട്. അവർക്കറിയാലോ, അന്വേഷിക്കട്ടെ. പക്ഷെ രസീത് കൊടുത്തില്ല എന്നാ അറിയുന്നത്. ഞാൻ അന്വേഷിച്ചു എന്തുകൊണ്ട് രസീത് കൊടുത്തില്ല എന്നുള്ള കാര്യം അറിഞ്ഞത്. രസീത് കൊടുത്താൽ ഇത് ദേവസ്വം ബോർഡിന്റെ കസ്റ്റഡിയിലാകും. ദേവസ്വം ബോർഡ് കസ്റ്റഡിയിലായാൽ ഈ കൊടിമരത്തിൽ പൂശാൻ ആവശ്യമായ സ്വർണം ദേവസ്വം ബോർഡ് വേണമെങ്കിൽ ഇവർ കൊടുക്കാതിരിക്കാം, അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കാൻ വണ്ണം ഈ ASP കുറിപ്പിന്റെയും ദേവസ്വം കമ്മീഷണറും നേർക്കുനേർ സ്വീകരിച്ചതാണ് ഈ സ്വർണം. ഈ സ്വർണം വീഡിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട്. വീഡിയോഗ്രാഫ് ചെയ്ത് എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കുന്നത്, വീഡിയോഗ്രാഫ് ചെയ്ത സ്വർണം അപ്പോൾ തന്നെ ആർട്ടിസാന്റെ കയ്യിലേക്ക് കൈമാറുന്ന ഒരു SPV പോലെ അത് പ്രവർത്തിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. പോട്ടെ, അതൊക്കെ ഇനി ഈ വിജിലൻസ് അന്വേഷണത്തിൽ വരട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.